ഭാസ്കരേട്ടാ. ആ ഞാൻ ഇവിടെ ഉണ്ട്. ഭാസ്കരേട്ടാ, രാവിലെ പണിയൊക്കെ തുടങ്ങിയോ? എന്തെങ്കിലും ഒരു പണി വേണ്ടേ? ഓ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇതാ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. 2 മക്കൾക്കും തുല്യമായിട്ട് വീതം വെച്ചിട്ടുള്ള വിൽപത്രമാണ്. ഇത് പിടുത്തസ്ഥാനത്തിലുള്ള പേപ്പറാണ്. അവിടുത്തെ അഡ്മിഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കും. ശരി, അപ്പം പിന്നെ ഞാൻ കോടതിയിലോട്ട് പോകും. അതെ, മക്കളെ അറിയിക്കണ്ടേ? വേണ്ട, വിഷു അല്ലേ വരുന്നത്, അവരറിഞ്ഞു വരുന്നെങ്കിൽ വരട്ടെ. എനിക്ക് രാവിലെ കോടതിയിലൊന്നും കാരണം ഞാനിന്ന് അങ്ങോട്ട് പോകും. ശരി. നീ എത്തിയോ? വക്കീല് ഡോക്യുമെന്റ്സ് കൊണ്ട് തന്നതേ ഉള്ളൂ. ഞാൻ കണ്ടായിരുന്നു. എല്ലാം തുല്യമായി തന്നെ വീതിച്ചു അല്ലേ? ഇനി നമുക്കെന്തിനാ, നമ്മളും പോവല്ലേ. നീ വരില്ലേ എന്റെ കൂടെ? അതെന്തൊരു ചോദ്യാന്നേ. നിങ്ങളുള്ളിടത്തല്ലേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. വിഷുവിന് മക്കള് വരുമായിരിക്കും. വരുമായിരിക്കും. വന്നാലേ വിഷു കൈനീട്ടമായിട്ട് അവർക്കിതങ്ങ് കൊടുത്തേക്കണം. പിന്നെ അവരായി അവരുടെ പാടായി. ഒന്ന് വിളിച്ചു പറയാന്ന് വെച്ചാൽ രണ്ടുപേരെയും കിട്ടത്തില്ല. അപ്പുറത്തെ രവിയുടെ മോള് ഫോണിൽ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോഴാ പറയുന്നത് നമ്മുടെ നമ്പര് അവർ ബ്ലോക്ക് ചെയ്തിരിക്കണം. ഒരുപാട് വിളിച്ച് ശല്യം ചെയ്യുന്നവരെ അങ്ങനെ ചെയ്യാറുണ്ട് അത്രേ. അവർക്കൊക്കെ തിരക്കല്ലേന്നേ. നമ്മുടെ മക്കളാന്ന് കരുതി അവർക്കും കുടുംബവും കുട്ടികളും ജോലി തിരക്കും ഒക്കെ ഉണ്ടാവില്ലേ? ഏതായാലും ഭാസ്കരേട്ടൻ വിഷമിക്കണ്ട. വിഷു ഒക്കെ അല്ലേ, അവര് വരുന്നെങ്കിൽ ഏതായാലും വന്നോട്ടെ. നമ്പറാണല്ലോ. ഹലോ ഹലോ, അമ്മയാണോ? ഇത് ഏത് നമ്പർ? ഇത് അമ്മയുടെ നമ്പർ അല്ലല്ലോ. ഇത് ഹലോ ഹലോ അമ്മ, ഹലോ 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 അമ്മ. ഹലോ ഹലോ അമ്മ, കട്ടായി പോയി. അമ്മയോ? ചേട്ടാ, ഇത് നിങ്ങളുടെ ഭാര്യയാ, രമ്യ. ഇത് എന്തു പറ്റി? നമ്പർ നോക്കിയില്ലേ? ആ രമ്യ, അമ്മ ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. ഇതെന്തൊരു അതിശയം. അമ്മതാ എന്നെയും വിളിച്ചിരുന്നു വിഷുവിന് ചെല്ലാൻ. വിഷു കൈനീട്ടം തരാനുണ്ടെന്ന് പറഞ്ഞു. നമ്മളെ അച്ഛനും അമ്മയും വിട്ടിട്ട് ഒരുപാട് നാളായില്ലേ. എപ്പോഴും വിളിക്കുന്ന ശല്യമാണെന്നും പറഞ്ഞല്ലേ നിങ്ങൾ അച്ഛനും അമ്മേന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തത്. ഇപ്പൊ എന്താ ഒരു വീണ്ടും വിചാരം? എപ്പോഴും വിളിച്ചോണ്ടിരുന്നതല്ലേ, ഒരു ശല്യാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ അവരുടെ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്തത്. ആ പിന്നെ നമ്മളെ വിളിക്കുന്നത് പോലെ അനിയനെ അനിയത്തിയെയും വിളിക്കുമെന്നാ അമ്മ പറഞ്ഞത്. ചേട്ടാ, അങ്ങനെയാണെങ്കിലേ അവരെ ഒന്ന് വിളിച്ചു ചോദിക്കി, നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, ആ ശരി രമ്യ. എന്നാ ശരി. ഓക്കെ ഓക്കെ ശരി. അമ്മ വിളിച്ചിട്ട് 1 മാസമായി. ഹലോ ചേട്ടാ, ആ ജ്യോതി ഭയങ്കര പരിഭവത്തിലാണ്. അച്ഛനെ വിളിച്ചിട്ട് കുറെ കാലമായില്ലേ. അമ്മ വിളിക്കുകയും ചെയ്ത്.
നമ്മളിനി പോകാതിരുന്നാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു പരിഭവമൊക്കെ ഉണ്ട്. രമ്യക്കും അത് തന്നെയാ പറയാനുള്ളത്. എനിക്കാണെങ്കിൽ തിരക്കോട് തിരക്കാണ്. ഇതൊക്കെ കളഞ്ഞിട്ട് എങ്ങനെയാ പോകാൻ പറ്റുക? ആ ചേട്ടാ, അത് എന്റെ കാര്യം അത് തന്നെയാണ്. തിരക്ക് നോക്കിയിട്ട് പോകാമെന്ന് കരുതിയാൽ നമുക്ക് പോകാൻ ഇപ്പൊ സാധിക്കില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോയേ പറ്റൂ. ഇപ്പോ നമ്മൾ രണ്ട് മക്കളെയൊക്കെ മരുമക്കൾക്കായി ഇപ്പൊ ഇങ്ങോട്ട് പോകണമെന്ന് നിർബന്ധം. അന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്തപ്പോ ഇത് അനുകൂലിച്ച ടീംസ് ആയത്. പെണ്ണുങ്ങൾ അത്രേ ഉള്ളൂ. പിന്നെ നാട്ടിൽ ചിലണ്ട് അവരുടെ അഭിനയം കാണണമെങ്കിൽ നമ്മള് മക്കള് തോറ്റു പോകും. എന്തായാലും അമ്മ വിളിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് പോയേക്കാം. അതെ, ഇനിയിപ്പം കൈനീട്ടം മേടിച്ച് വരാം. ഓക്കേടാ, ഓക്കെ, ബൈ. രുക്മിണിക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊക്കെ വന്നേക്കണേ. പിന്നെ ഇവിടെ ഇതും കൂടെ അല്ലേ ഉള്ള ഞാൻ. കുട്ടികളെ കൊണ്ടുവന്നില്ലേ മക്കളെ? കുട്ടികൾക്ക് എക്സാം ഒക്കെ അല്ലേ അച്ഛാ? അതെ അച്ഛാ, അവർക്ക് ഒരു ദിവസം പോലും മാറിയിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. അല്ല അച്ഛാ, അമ്മ ഇവിടെ കണ്ടില്ലല്ലോ ഇതുവരെ. ശരിയാണല്ലോ, അമ്മ എവിടെ പോയി? നിങ്ങൾക്കൊക്കെ സുഖമാണോ മക്കളെ? എന്ത് സുഖം അച്ഛാ, അവിടുത്തെ ജീവിതമല്ലേ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഒന്നിനും സമയമില്ല അച്ഛാ, തിരക്കിട്ട ജീവിതം അവിടെ. അമ്മ എവിടെ പോയി അച്ഛാ? അതാ ഞാനും നോക്കുന്നത്. അമ്മ എവിടെ പോയച്ചാ? ആ, ഇത് വിഷുവല്ലേ, ആദ്യം നിങ്ങൾക്കെല്ലാം കൈനീട്ടം, എന്നിട്ടാകാം. ഇതാണ് നിങ്ങൾക്കുള്ള എൻ്റെ വിഷു കൈനീട്ടം. എന്റെയും രുക്മിണിയുടെയും പേരിലുള്ള മുഴുവൻ സ്വത്തുക്കളും രണ്ടായിട്ട് ഭാഗിച്ചതിന്റെ ഭാഗപത്രമാണ്. അങ്ങനെ ആ ജോലിയും കഴിഞ്ഞു. ഇനി നിങ്ങളൊക്കെ പൊക്കോളും, വലിയ തിരക്കുള്ളവരല്ലേ നിങ്ങളല്ല. അച്ഛാ, ഞങ്ങൾക്ക് ഒരു തിരക്കുമില്ല. ഞങ്ങൾ അമ്മയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അമ്മയെ ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളെ വിളിച്ചു, ഇവിടെ വരണം, വിഷു കൈനീട്ടം ഇവിടെ വെച്ചിട്ടുണ്ട്, അത് വാങ്ങിച്ചിട്ട് പോകണം. അമ്മയെ കണ്ടിട്ട് ഞങ്ങൾ പോകുന്നോളൂ എന്തായാലും. അതിന് അവളെ നിങ്ങളെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ നമ്പർ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കില്ലായിരുന്നു. അമ്മ വേറെ ഒരു നമ്പറിലാണ് എന്നെ വിളിച്ചിരുന്നത്. എന്നെയും വിളിച്ചിരുന്നു, പ്രത്യേകം പറഞ്ഞു വരണമെന്ന്. അതെ അച്ഛാ, അമ്മ ഞങ്ങളെ വിളിച്ചിരുന്നു. അവള് നിങ്ങളെ വിളിച്ചെന്നു. പെറ്റമ്മയല്ലേ, വിളിക്കാതിരിക്കാൻ പറ്റൂ? എന്നാ നിങ്ങൾ രണ്ടുപേരും പൊക്കോ.
എനിക്ക് നാളെ പോകാനുള്ളതാണ്. കുറെ ജോലിയുണ്ട്. പോകാനോ? അച്ഛൻ അവിടെ പോന്നു? രുക്മിണി ഇല്ലാത്ത വീട്ടിൽ ഞാൻ എന്തിനാ? ഞാൻ നാളെ ഒരു വൃദ്ധസദനത്തിലേക്ക് പോവുക. വലിയ സാധനങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ എൻ്റെതായ കുറെ സാധനങ്ങൾ ഒന്ന് ഒരുക്കി വെക്കണം. നിങ്ങൾ പൊക്കോളൂ. അമ്മ എവിടെ? ഈ അമ്മയെ കാണണം. ഇടാ, മരിച്ചുപോയവരെങ്ങനെയാടാ കാണാൻ? അവള് പോയിട്ട് 4 മാസമാണ്. മക്കളില്ലാതെ തന്നെ ഞാൻ അവളെ യാത്രയാക്കി. അല്ലെങ്കിലും ഞാനല്ലേ അവളെ ആദ്യം കണ്ടത്, പിന്നീടല്ലേ നിങ്ങളുടെ അമ്മയായത്. അവള് പോയി, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത